ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മതരാഷ്ട്രീയവാദികളുമായി കൂട്ടുകൂടുന്നത് ലീഗിനെ തകർക്കുമെന്ന് MV ഗോവിന്ദൻ. ലീഗുമായി നിലവിൽ ചർച്ചയില്ല. വർഗീയതയും വലതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം കൂടുന്നു. UDFന്റെ വോട്ടുകൾ BJPയിലേക്ക് ചെന്ന് അവരെ ജയിപ്പിക്കുന്ന പ്രവണതയുമുണ്ട്. തൃശൂരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതാണ് കണ്ടത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു MV ഗോവിന്ദൻ. വർഗീയതയും വലതുപക്ഷ ശക്തികളും തമ്മിലുള്ള കൂട്ടുകെട്ടിന് പുതിയ മാനങ്ങൾ ഉണ്ടാവുകയാണ്. UDFന്റെ വോട്ടുകൾ BJPയിലേക്ക് ചെന്ന് അവരെ വിജയിപ്പിക്കുന്ന പ്രവണതയും ദൃശ്യമാവുന്ന കാര്യം ഞങ്ങൾ വെച്ചു. നേരത്തെ ഉള്ളതല്ല ഇപ്പോഴത്തെ ചിത്രം. UDFന്റെ വോട്ടുകൾ അതാണ് തൃശ്ശൂരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ നമ്മൾ കണ്ടത്. കണ്ണൻ നായർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. കണ്ണൻ, ആദ്യ ദിവസത്തിൽ വാർത്താ സമ്മേളനത്തിലാണ് ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ വരുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചത്? ഇന്നത്തെ മറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് കണ്ണൻ? സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയാം. സമ്മേളനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ചത്. അതിൽ മുസ്ലിം ലീഗിനെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സമാനമായ രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ലീഗ് ചില സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ലീഗിനെ LDFന്റെ ഭാഗമാക്കേണ്ടതില്ല എന്നുള്ള ഒരു പരാമർശം റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ BJPയിലേക്ക് CPM വോട്ടുകൾ പോകുന്നുണ്ട്. BJP വർഗീയ പാർട്ടിയാണ്. വർഗീയ പാർട്ടിയിലേക്ക് CPMന്റെ വോട്ടുകൾ പോകുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയുള്ളൊരു നടപടി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനത്തിൻ്റെയും പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ആരാധനാലയങ്ങൾ RSS കീഴടക്കുകയാണ്. ഓരോ ആരാധനാലയത്തിലും RSS വർഗീയമായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനമുണ്ട്. അപ്പോൾ തന്നെ മന്ത്രിമാരുടെ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളിൽ പറയുന്നത് മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകൾ കൃത്യമായി സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഒരു പക്വതയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കണമെന്നുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ അതിനുശേഷമാണ് മുഖ്യമന്ത്രി കേരളത്തിനായി പുതുവഴികൾ എന്നുള്ള നയരേഖ അദ്ദേഹം അവതരിപ്പിച്ചത്. 6 ഭാഗങ്ങളായിട്ടാണ് ആ നയരേഖ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി നയരേഖ അവതരിപ്പിക്കുന്ന ആ പ്രസംഗം ആരംഭിച്ചു. ഏതാണ്ട് 2 മണിക്കൂർ 6 മണിക്ക് ശേഷമാണ് ആ നയരേഖ അവതരിപ്പിച്ച് അദ്ദേഹം പൂർത്തിയാക്കിയത്. അതിനുശേഷം അദ്ദേഹം ഹോട്ടലിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഗ്രൂപ്പ് ചർച്ച പുരോഗമിക്കുകയാണ്. ഓരോ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗ്രൂപ്പ് ചർച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയുള്ള 2 ദിവസങ്ങൾ എന്നത് പൊതു ചർച്ചയാണ്. ആ പൊതു ചർച്ചയിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ചർച്ചയാണ്. ആരൊക്കെ എത്ര സമയം സംസാരിക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പ് ചർച്ചയിൽ തീരുമാനിക്കും. നാളെ രാവിലെ 9:30 പൊതു ചർച്ച ആരംഭിക്കും. നാളെയും മറ്റന്നാളും പൊതു ചർച്ചയാണ്. മറ്റന്നാൾ വൈകിട്ട് 9-ാം തീയതി രാവിലെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പുണ്ടാകും. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. അതോടുകൂടി ആണ് ഇവിടുത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിലെ പരിപാടികൾ അവസാനിപ്പിക്കുക. അതിനുശേഷം ആശ്രാമ മൈതാനത്തേക്കാണ് പ്രതിനിധികളെല്ലാം പിന്നെ പോകുന്നത്. 25,000 പേർ പങ്കെടുക്കുന്ന റെഡ് വാളർ പരേഡ്, 2 ലക്ഷത്തോളം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പങ്കെടുക്കുന്ന വലിയ മാർച്ചും പൊതുസമ്മേളനം ഉണ്ടാകുമെന്നാണ് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പാർട്ടി സെക്രട്ടറി ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിലും ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർത്ത് വെച്ചുള്ള ഈ ഒരു വിമർശനത്തിന്റെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ട്? കാരണം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതിനൊപ്പം തന്നെ ലീഗുമായി നിലവിൽ ചർച്ചയില്ല, ഭാവിയുടെ കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല, അവരെ ചാക്കിട്ട് പിടിക്കുക എന്നത് CPMന്റെ നിലപാടല്ല, ലീഗ് ചിന്തിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുകൂടി CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ മുനവച്ച രീതിയിലുള്ള ആ വിമർശനങ്ങളെ ഏത് ദിശയിൽ കാണണം? പ്രതീക്ഷ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇനിയും മൂന്നാമതൊരു ഇടതു സർക്കാർ വരും എന്നുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. ആ സമയത്താണ് UDFിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു സമീപനം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് സംഘടനാ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നിലവിൽ മുസ്ലിം ലീഗുമായി യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ LDFിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മുസ്ലിം ലീഗിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും CPMന്റെ ഭാഗത്ത്
ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഭാവിയിൽ എന്തുണ്ടാകും എന്ന് സംബന്ധിച്ച് ഒരു മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ LDFിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അപ്പം തന്നെ BJPയുടെ കടന്നുവരവ്, BJP പല സ്ഥലങ്ങളിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലടക്കം ശക്തമായി വോട്ടുകൾ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPMൻ്റെ വോട്ടുകൾ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും CPMൻ്റെ കേഡർ വോട്ടുകളായി നിന്ന പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടുകളടക്കം BJP സ്വാധീനിക്കുന്നുണ്ട്. അതില്ലാതാക്കാനുള്ള നടപടി ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മറ്റേത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രി സജി ചെറിയാനെതിരായ ഒരു പരാമർശം. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നയപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ചില ദൗർബല്യങ്ങൾ ഉണ്ട്. ആ ദൗർബല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് വായിച്ച് അദ്ദേഹം തുടങ്ങിയത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാകും ഇനി വരുന്ന 2 ദിവസങ്ങളിൽ ഉണ്ടാകുക. ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, ഏതൊക്കെ ഈ സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ സംസാരിക്കണമെന്ന് സംബന്ധിച്ചുള്ള ഒരു ഗ്രൂപ്പ് ചർച്ച, ജില്ലാ തിരിഞ്ഞുള്ള ഗ്രൂപ്പ് ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, കൊല്ലത്ത് നിന്നും കണ്ണൻ നായരാണ് സമ്മേളന നഗരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി കൂടി വരുന്നുണ്ട്. 10 വർഷം ഭരിച്ചിട്ട് ഇടതുപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് CPM ഇല്ല, ദേശീയതലത്തിൽ കോൺഗ്രസ് മാത്രമാണ് ബദൽ എന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി കൂടി ഇപ്പോൾ എത്തുകയാണ്.